ഡേവിഡ്, വേഗം പറ, ടൂറിസ്റ്റ് എല്ലാം എവിടെയാ ഉള്ളത്? പ്ലീസ് കീക്കോ, ദയവ് ചെയ്ത് എന്നെ അടിക്കരുത്, ഞാനൊക്കെ പറയാം. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവിടെയുള്ള ഈ കാഴ്ചകൾ കാണാൻ വളരെ രസകരമായിരിക്കും. നമ്മൾ എല്ലാവരും ഇവിടെ വിയറ്റ്നാമിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു കേവിനകത്ത് കയറി നോക്കാൻ പോവുകയാണ്. ശരിക്കും ആ കേവ് വളരെ വളരെ വലുതാണോ? അതെ ഡോഡോ, ഇപ്പോഴാണ് റീസെന്റ് ആയിട്ട് ഈ കേവിനെ എക്സ്പ്ലോർ ചെയ്തത്. ഈ കേവ് അത്രയ്ക്ക് വലുതാണ്. ഈ കേവിനകത്ത് ഒരു പ്രത്യേകതരം വെതറുണ്ട്. അയ്യോ, പ്രത്യേകതരം വെതറോ? യു മീൻ പേഴ്സണൽ വെതർ? അതേ ടെമ്പോണ്ണ, അത് മാത്രമല്ല, ആ കേവിനകത്ത് ഹിൽസ്, കാട്, ബീച്ച്, ലേക്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കീക്കോ ഇപ്പൊ കേവിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തെ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അപ്പൊ കീക്കോ ആ ഗുഹയ്ക്കകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടായിരിക്കോ? ഡോണ്ട് വെറി, ആ ഗുഹയ്ക്കകത്ത് ആനിമൽസ് ഒന്നുമില്ല. മിന്നൽ വേഗത്തിൽ പറന്നു വന്ന ഒരു പാമ്പിനെ പിടിക്കാൻ സൈക്കിളിൽ ചെന്ന് അവസാനം ബുൾഡോസറിൽ ചെന്ന് ഇടിച്ചതാണ് സംഭവം. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അത് എങ്ങനെ ഇത്ര ഉറപ്പായിട്ട് പറയുന്നേ? ആ ഗുഹയ്ക്കകത്ത് ഒരു മൃഗമില്ലെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയുന്നേ? കാരണം ആ കേവ് ഇയാളാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇയാൾക്ക് ആ കേവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അറിയാം. ഹലോ എവരിവൺ, ഞാനാണ് എഡ്വേർഡ്. ഞാനാണ് ഈ കേവിന്റെ മെയിന്റനൻസ് ഓഫീസർ. ഇയാളാണ് സാങ്കോ. ഇതിനു മുൻപും ഇയാൾ ഒരുപാട് കേവ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഈ കേവും ഒന്നാണ്. അതുകൊണ്ടാണ് ഇയാളെ കേവ് ഹണ്ടർ എന്നും പറയാറുള്ളത്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. സത്യമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടു. ഈ കേവിന്റെ മെയിന്റനൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരുപാട് പണം തന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടതെല്ലാം സത്യമാണ്. ആ ക്യാഷ് ഓൾറെഡി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ആ കാശ് ഉപയോഗിച്ച് ഈ കേവ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ കേവ് കാണാൻ തീർച്ചയായിട്ടും എത്തും. ടൂറിസം വളരും. ரொம்ப நல்லா இருக்கு. ഇത് ശരിക്കും ഹിറ്റ് പ്രോഗ്രാം തന്നെയാ. ശരി, ഓക്കെ, ഇനി എന്തിനാ സമയം കളയുന്നത്? കേവിനകത്ത് എന്ന് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയേക്കാം. കേവിനകത്തേക്ക് നമുക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ അതിനകത്തേക്ക് പോകാൻ നിങ്ങൾക്കൊരു കേവ് ഗൈഡിന്റെ ആവശ്യമുണ്ട്. കാരണം ഈ കേവ് പസിൽ പോലുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് ഒരുപാട് വഴികളുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് വേണം ട്രാവൽ ചെയ്യാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പിരിഞ്ഞു പോകരുത്. ഡോണ്ട് വറി എഡ്വേർഡ് അങ്കിൾ, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. പക്ഷേ ആ ഗൈഡ് അങ്കിൾ എവിടെയാ ഉള്ളത്? അയാൾ ഈ സമയത്തേക്ക് എത്തേണ്ടതാണ്. പക്ഷെ അയാൾ എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ല. അയാളാണ് ഡേവിഡ്, നിങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡാ. ഇത് കേവിന്റെ മാപ്പാണ്. ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അകത്തേക്ക് പോവാം. അതുപോലെ തിരിച്ചും വന്നേക്കാം. അകത്ത് പോയാൽ പുറത്ത് വന്നല്ലേ പറ്റൂ. വേറെ എങ്ങോട്ടാണ് പോകാൻ പറ്റുക? ഇതും കൂടി വെച്ചോളൂ. കേവിനകത്ത് ഒരു മൊബൈൽ നെറ്റ്വർക്കും ഉണ്ടാവില്ല. ഈ വാക്കി ടോക്കി മാത്രമേ വർക്കാവൂ. ഒരുപക്ഷെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഈ വാക്കി ടോക്കി യൂസ് ചെയ്ത് എവിടെ നിന്നും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതെന്താ R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ? സിഗ്നൽ ഹൈവേയുടെ അടുത്തുനിന്നാ വരുന്നത്. ഉറപ്പായും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ കിക്കോ, ഇതാ കേവ് മാപ്പിന്റെ മറ്റൊരു കോപ്പിയാണ്. ഇത് നിനക്ക് ഫോളോ ചെയ്താൽ ഒരു അല്പസമയം കഴിഞ്ഞ് നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്നെത്താം. താങ്ക് യു സാങ്കോ അങ്കിൾ. ഞാൻ ആ ബ്രിഡ്ജിന്റെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് വരാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, R7ന്റെ സിഗ്നൽ ദാ അവിടുന്നാണ് വരുന്നത്. വേഗം അങ്ങോട്ട് ചെല്ല്. ഓക്കെ ബ്രോ, ലെറ്റ്സ് ഗോ.
ഡേവിഡ്, ഇവിടുത്തെ ടൂറിസ്റ്റിനെ ഗൈഡ് ചെയ്യേണ്ടത് നിന്റെ ചുമതലയാണ്. ഇവരെ എല്ലാവരെയും വളരെ സൂക്ഷിച്ചു വേണം കൊണ്ടുപോകാൻ. ഡോണ്ട് വറി, നിങ്ങൾ എല്ലാവരെയും ഞാൻ നല്ലോണം നോക്കിക്കോളാം. ഇവരാരും എന്നെ ഒരിക്കലും മറക്കില്ല. വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. വരൂ, നമുക്ക് കേവിനകത്തേക്ക് പോകാം. സൂപ്പർ സ്പീഡോ, സിഗ്നൽ ബ്രിഡ്ജിന്റെ താഴേന്നാ വരുന്നത്. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 35. കീക്കോ, ദേ അതുകൊണ്ട് ഒരു ബോംബ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 37. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 37. ഫൈനലി നമ്മൾ എല്ലാവരും ഈ കേവിന്റെ എൻഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. മേയർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈഷ്, നമ്മൾ ആ സ്ഥലത്തെത്തി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ ഈ വാട്ടർഫോൾസിൽ ഇറങ്ങി കുളിച്ചേക്കാമെന്ന് കരുതി. നടന്ന് നടന്ന് ശരീരം മൊത്തം വീർത്തൊലിക്കുകയാണ്. മേയർ, നമ്മൾ ഇനിയും ആ സ്ഥലത്തെത്തിയിട്ടില്ല. നമ്മൾ ഈ പാറകൾ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. ആ സ്ഥലമാണ് കേവിന്റെ എൻഡ് പോയിന്റ്. പക്ഷേ ആ പാറകൾ കടന്നിട്ട് എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? മിണ്ടാതെ എന്റെ പുറകിൽ ഫോളോ ചെയ്തു വാ. വഴി ഞാൻ കാണിച്ചു തരാം. ഈഷ്, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ദാഹം തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? വെള്ളം വേണോ? ഒരു മിനിറ്റ്, ഞാൻ ചെന്നെടുത്തു കൊണ്ടുവരാം. ഡേവിഡ് അത്രയ്ക്ക് മോശമായ ആളൊന്നുമല്ല, നമ്മളാ തെറ്റിദ്ധരിച്ചത്. ഇപ്പോഴെത്ര വേണമെങ്കിലും വെള്ളം എടുത്തോളൂ. കുളിക്കണമെങ്കിലും കുളിച്ചോളൂ, അല്ലെങ്കിൽ അതിൽ മുങ്ങി മരിക്കേ. ഞാൻ പോകുന്നു. അയ്യോ, ആ ഡേവിഡ് ശരിക്കും നമ്മളെ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു. ഡേവിഡ് മോശമായവനല്ല, അതിഭയങ്കര ഫ്രോഡാണ്. അതിപ്പോ മനസ്സിലായി. വശത്തുനിന്ന് വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. അല്പസമയത്തിൽ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫ്ലഡിങ്. അയ്യോ, എന്ന് വെച്ചാൽ അല്പസമയത്തിനുള്ളിൽ നമ്മളെല്ലാരും ഈ വെള്ളത്തിൽ മുങ്ങൂന്നാ തോന്നുന്നേ. വരൂ, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഓടിപ്പോവാം. പക്ഷെ നമുക്ക് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റും? നമ്മൾ ഇതിനകത്ത് ശരിക്കും കുടുങ്ങി കിടക്കുകയാണ്. മമ്മി, നമ്മളെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ വന്ന് രക്ഷിക്കാൻ പോകുന്നവരെ 4 വാക്കിൽ പറയണമെങ്കിൽ കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. താങ്ക് യു കീക്കോ, പിന്നെ സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ സിറ്റിയിലുള്ള ഒരുപാട് ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് വീണ്ടും ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ കേവിന്റെ ഭാഗത്തുനിന്നാ വരുന്നത്. ഹലോ എഡ്വേർഡ്, ഞാനാണ് ഡേവിഡ്. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ ആരും ഷോക്ക് ആവരുത്. കേവിനകത്ത് വന്ന ടൂറിസ്റ്റ് ഒക്കെ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവരെ നിങ്ങൾക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കേവിന്റെ മെയിന്റനൻസിനായി ഗവൺമെന്റ് നിങ്ങൾക്ക് തന്ന കാശുണ്ടല്ലോ, അത് മുഴുവനായിട്ടും നീ എനിക്ക് തരണം. മനസ്സിലായോ? ഹലോ ഡേവിഡ്, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നീ ചെയ്യടോ. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ആ കാശ് എന്റെ കയ്യിലുണ്ടാവണം. ഒരു പക്ഷേ ആ കാശ് എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ
ഓർത്തോളൂ, ടൂറിസ്റ്റ് ഇപ്പോൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അവിടെ ഞാൻ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. 2 മണിക്കൂറിനകം അവിടെ മുഴുവൻ വെള്ളം കൊണ്ട് നിറയുന്നതാണ്. അവിടെയുള്ള എല്ലാവരും ജലസമാധിയാവും. ഇപ്പൊ നീ ആലോചിക്കേ, നിനക്ക് ആവശ്യം പണമാണോ അതോ ടൂറിസ്റ്റിന്റെ ജീവനാണോ എന്ന്. ഹലോ, ഡേവിഡ് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാശ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കേവിന്റെ മെയിന്റനൻസ് എങ്ങനെ ചെയ്യും? ഒരുപക്ഷെ കാശ് കൊടുത്തില്ലെങ്കിൽ ടൂറിസ്റ്റിന്റെ ജീവൻ അപകടത്തിലാകും. ഡോണ്ട് വറി എഡ്വേർഡ് അങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ ഇവിടെ ഒരു ജീവനും അപകടം ഉണ്ടാവില്ല. അവൻ പറയുന്ന 2 മണിക്കൂറിന് മുൻപ് ഞാൻ അവിടെയുള്ള എല്ലാവരെയും സേഫ് ആയിട്ട് പുറത്തു കൊണ്ടുവന്നേക്കാം. റൈറ്റ് സൂപ്പർ സ്പീഡോ? റൈറ്റ് ബ്രോ, ബിക്കോസ് വി ഫൈറ്റ് ഫോർ റൈറ്റ്. സാങ്കോ അങ്കിൾ എനിക്ക് കേവിന്റെ മാപ്പ് തന്നില്ലേ? അത് ഞാൻ സ്കാൻ ചെയ്ത് R7 ഇട്ടേക്കാം. പിന്നെ നമുക്ക് അത് ഫോളോ ചെയ്ത് കേവിനകത്തേക്ക് ചെല്ലാം. ഓക്കേ കിക്കോ. സ്കാൻ കംപ്ലീറ്റ്. മാപ്പ് കോപ്പി റെഡിയായി കഴിഞ്ഞു സൂപ്പർ സ്പീഡോ. ലെറ്റ്സ് ഗോ. ഹലോ ബോസ്, നിങ്ങൾ പറഞ്ഞതുപോലെ ടൂറിസ്റ്റിനെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ കാശും ചോദിച്ചു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കീക്കോയും സൂപ്പർ സ്പീഡോയും ടൂറിസ്റ്റിനെ രക്ഷിക്കുവാൻ വേണ്ടി തീർച്ചയായും അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ചിലരോട് ഞാൻ അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ അവിടെയുള്ള ഗാർഡ്സിന്റെ കൂടെ തന്നെ നിൽക്കേ, എന്നിട്ട് വാച്ച് ചെയ്യൂ. അതിനുള്ളിൽ ഞാൻ അവരെ ഒരു വഴിയാക്കാം. കീക്കോ, നോക്കിയിട്ട് കണ്ണെത്തും ദൂരത്ത് ആരെയും കാണുന്നില്ലല്ലോ. ആരെയും കാണുന്നില്ല. പക്ഷേ നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക് സൂപ്പർ സ്പീഡോ. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഷടാ, സംസാരിച്ച് തീർന്നില്ല. അതിനു മുമ്പേ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. മാത്രമല്ല അറ്റാക്കും ചെയ്യാൻ തുടങ്ങി. വണ്ടി എടുക്കും സൂപ്പർ സ്പീഡോ. കീക്കോ പാർട്ട്ണർ, നമ്മൾ ശരിക്കും ഇതിനകത്ത് കുടുങ്ങിപ്പോയി. മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പിറകിലേക്കും പോകാൻ പറ്റുന്നില്ല. വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യൂ കീക്കോ. ഗുഹയുടെ വ്യത്യാസമായ മാപ്പ് ഇവിടെ വരുന്നവരെല്ലാവരും ശരിക്കും ട്രാപ്പായി പോവും. സാങ്കോ അങ്കിൾ, നിങ്ങളോ? എന്നുവെച്ചാൽ ടൂറിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്യാൻ നിങ്ങളാണ് കാരണം അല്ലേ? അതെ, അത് ഞാൻ തന്നെയാണ്. പ്ലാൻ ചെയ്ത് അവരെല്ലാവരെയും കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞാൻ തന്നെയാടാ. സാങ്കോ, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. വേഗം എല്ലാ ടൂറിസ്റ്റിനെയും വിട്ടേച്ച് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്ക്. കിക്കോ, പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിഭയങ്കരമായ റോങ് ചെയ്യാനും തയ്യാറാണ്. കേവിന്റെ വ്യത്യസ്തമായ മാപ്പ് അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും കംപ്ലീറ്റ്ലി ട്രാപ്പ് ആയി പോവും. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 53. ഓക്കെ ബഡി. വേഗം അവനെ പിടിക്ക. കീക്കോ, എന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഞാനിപ്പോൾ താഴെ ചെന്ന് വീണു കഴിഞ്ഞാൽ ചിന്നാഭിന്നമായി ചിതറിപ്പോകുമെന്നാണ് തോന്നുന്നത്. വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ, എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. ശരി, ഓക്കെ. അവർ രണ്ടുപേരുടെ കഥയും അവസാനിച്ചു. ഇനി കേവ് മെയിന്റനൻസിന് കൊടുത്ത കാശ് ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കും. ഹലോ ഡേവിഡ്, ഞാൻ കിക്കോയും സൂപ്പർ സ്പീഡോയുടെയും ചാപ്റ്റർ ഒരൊറ്റ അടിക്ക് ക്ലോസ് ചെയ്തു. ഇപ്പൊ ഞാൻ എന്റെ ഗോഡൌണിലേക്ക് പോവുകയാണ്. നീ എഡ്വേർഡിന് കോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കാശ് അയച്ചു തരാൻ പറ. വേഗം പറ. യെസ് ബോസ്, പറഞ്ഞതുപോലെ ചെയ്യാം.
ഞാനിപ്പോ വേഗം ഈ മാപ്പ് ഫോളോ ചെയ്ത് എൻട്രൻസിലേക്ക് ചെന്നെത്തണം. ശരിയായ വഴിയിൽ വേണം ട്രാവൽ ചെയ്യാൻ. ടൂറിസ്റ്റ് എല്ലാവരും അങ്ങോട്ട് പോയി കാണും. ഞാനിവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യാം. ഇവിടെ 2-3 വഴികളുണ്ട്. ഞാനിപ്പോ ഏത് വഴിക്കാണ് പോകേണ്ടത്? ഡേവിഡ് എവിടെയാണ് ടൂറിസ്റ്റിനെ എല്ലാം അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അവിടെ ഫ്ലഡിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ വെള്ളം ആ ഫ്ലഡിംഗിൽ നിന്ന് വന്നതാവും. പേടിക്കവനെ. ഹാൻഡ്സ് അപ്പ്. ഡേവിഡ്, വേഗം പറ, ടൂറിസ്റ്റ് എല്ലാം എവിടെയാ ഉള്ളത്? പ്ലീസ് കീക്കോ, ദയവ് ചെയ്ത് എന്നെ അടിക്കരുത്. ഞാൻ ഒക്കെ പറയാം. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 27 അപ്ലൈ ചെയ്ത് ആ പാറ തകർക്ക്. ഓക്കെ കിക്കോ. ഇപ്പൊ പറ, ആ സാങ്കോ എവിടെയാ ഉള്ളത്? സൂപ്പർ സ്പീഡോ, നീ അകത്ത് ചെന്ന് അവരെ രക്ഷിക്ക്. അപ്പോഴേക്കും ഞാൻ സാങ്കോയെ തേടി കണ്ടെത്താം. അത് കളിക്കില്ലോ. സൂപ്പർ സ്പീഡ് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അപകടം ഉണ്ടാവില്ല. Hello everyone, don't fear. When Kiko and Super Speedo on here. അയ്യോ, ഡയലോഗ് എല്ലാം പിന്നെ പറഞ്ഞാൽ മതി. ആദ്യം ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കേ. ഓ യെസ്, ഞാൻ കീക്കയോടൊന്ന് ചോദിക്കട്ടെ. കീക്കോ, ഇവരെല്ലാവരും ഫ്ലഡിങ്ങിൽ കുടുങ്ങി കിടക്കുകയാണ്. വേഗം പറ, ഞാനിപ്പോൾ ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഇവരെ രക്ഷിക്കേണ്ടത്? സൂപ്പർ സ്പീഡോ, എല്ലാരെയും അവിടുന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരൊറ്റ ഫോർമുലയെ ബാക്കിയുള്ളൂ. ഫോർമുല നമ്പർ 211 അപ്ലൈ ചെയ്യേ. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 211. വേഗം വരൂ, 1 by 1 ആയിട്ട് ഇതിൽ കയറിയിട്ട് കേവ് കടന്ന് പുറത്തേക്ക് ചെല്ല്.
ഈ ഗുഹയുടെ വളരെ വ്യത്യസ്തമായ മാപ്പാണ്. ഇവിടെ ആര് വന്നാലും എല്ലാവരും ട്രാപ്പായി പോവും. ട്രാപ്പ്. ഇനി നിനക്ക് രക്ഷപ്പെട്ട ഓടാൻ പറ്റില്ല കിക്കോ. ഇതോടെ നിന്റെ കഥ അവസാനിക്കും. നോക്കിക്കോ, ഞാൻ ബോംബ് പൊട്ടിച്ച് നിന്റെ കഥ അവസാനിപ്പിക്കും. നോക്കിക്കോ. ഗുഹയുടെ മാപ്പ് വളരെ വ്യത്യസ്തമായതാണ്. ഇതിനകത്തേക്ക് വരുന്നവരെല്ലാവരും ട്രാപ്പായി പോവും. താങ്ക് യു സൂപ്പർ സ്പീഡോ. എനി ടൈം പാർട്ട്ണർ. ഈ സാങ്കോയെ വിട്ടുവെച്ചാൽ ഇവൻ ടോട്ടൽ ഗുഹയും നശിപ്പിക്കും. എന്റെ ബോംബ് ഗൺ. നെല്ല് പോലുള്ള ക്രിമിനൽസ് എത്ര പ്ലാൻ ചെയ്താലും അവസാന നിമിഷത്തിൽ കുടുങ്ങിപ്പോകും. എന്ന് വെച്ചാ സാർ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കേവിന് ഒരു ഡാമേജ് പോലും സംഭവിക്കാതെ രക്ഷിച്ചിരിക്കുകയാണ്.